ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം. എനിക്ക് നന്നായിട്ട് ഇപ്പോൾ ഡാർക്ക് സർക്കിൾ ഉണ്ട്. കാരണം എനിക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് വരുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ വന്നിട്ടാണ് പോകുന്നത്. അതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരമ്പര്യമായിട്ടൊന്നുമില്ല, ആർക്കും ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഈ ഡാർക്ക് സർക്കിൾസ് വന്നത്, ഞാൻ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബുക്സ് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നത് കൊണ്ട് ബുക്സ്, ഫോണ് അങ്ങനെ മാറി മാറിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നൈറ്റ് ഉറക്കം കുറച്ച് കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുള്ളത്. അതിൻ്റെ വന്ന ഡയറക്ഷൻ ആണെങ്കിലും ഈ ഒരു കോർണർ ടു ഇങ്ങനെയാണ് എനിക്ക് ഡാർക്ക് സർക്കിൾസ് പോകുന്നത്. അതാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. എനിക്ക് ഫോണിൻ്റെ യൂസേജും പിന്നെ ഉറക്കക്കുറവും ഫുഡ് കഴിക്കുന്നതൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുള്ളത്. പലർക്കും പല രീതിയിൽ ഈ ഡാർക്ക് സർക്കിൾസ് വരാം. ചിലർക്ക് പാരമ്പര്യമായിട്ട് ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാം. അത് എനിക്ക് തോന്നുന്നില്ല ഫേസ് പാക്കും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ അത് പോകുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവരെ മുതിർന്നവർക്കൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പരിധി വരെ അതൊക്കെ യൂസ് ചെയ്താൽ, അതായത് ഫേസ് പാക്കോ എന്തെങ്കിലും ആൻഡ്രോയിഡ് ക്രീംസോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ പോവായിരിക്കും. ഈ ഫോൺ യൂസേജും ബുക്ക്, ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പാക്സും കാര്യങ്ങളും, അതായത് പാക്സ്, ആൻഡ്രോയിഡ് ക്രീംസ് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് മാറ്റാവുന്നതാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഫേസ് പാക്ക് തന്നെ നമുക്ക് അൺറൈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളെ സ്കിന്നിൻ്റെ ഇവിടെയുള്ള സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നമ്മളെ ഐസിന് ചുറ്റുമുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഐസിന് ചുറ്റും ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഐസിന് ചുറ്റും നമുക്ക് ചെറുനാരങ്ങ നീര് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് അസിഡിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെ കണ്ണിന് ചുറ്റും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്നത്, നമ്മളെ ഫേസ് പാക്സ് ഒക്കെ ഇടുകയാണെങ്കിലും ഇങ്ങനെ കട്ടിയുള്ള, നമ്മൾ കുറച്ച് തിക്കായിട്ടൊക്കെ ഫേസ് പാക്ക് ഇടില്ലേ, അതേപോലെ ഒന്നും നമ്മളെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണിന് ചുറ്റും ലിക്വിഡ് കൺസിസ്റ്റൻസിലുള്ള പാക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കണ്ണിന് ചുറ്റും ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമുക്ക് എല്ലാ പാക്സും അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് പറ്റണം എന്നില്ല, അതായത് സ്യൂട്ട് ആവണമെന്നില്ല. അതായത് ആ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടെ എന്താണ്, ഇങ്ങനെ ഒലിച്ചിറങ്ങാത്ത ടൈപ്പിൽ ആക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉമ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നേരം വൈകാണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ കോഫി പൗഡർ, പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്കാണ് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഫുള്ള് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കൂടെ ഫുൾ അപ്ലൈ ചെയ്തു. ഈ ഒരു കോഫി പൗഡറും മിൽക്കും നമ്മളെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ലൈറ്റായിട്ടാണ് ഞാൻ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തത്. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനി 5 മിനിറ്റ് വരെ ഒന്ന് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം ഞാനൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളം വെച്ചിട്ടാണ് ഈ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യുന്നത്. വെള്ളം കൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടവൽ വെച്ചിട്ടെങ്ങാനും വൈപ്പ് ചെയ്തെടുത്താൽ മതി. അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഞാനിപ്പോൾ ഫുള്ളൊന്ന് കഴുകി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് ഫെയ്ഡായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്.
ഇനി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയൊരു റിസൾട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ നൈറ്റിൽ നമ്മൾ ഫോൺ യൂസേജ് കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് ഒരു ബ്ലൂ റേസ് ആണ് നമുക്ക് അപ്പോൾ കണ്ണിന് വരുന്നത്, അതായത് കണ്ണിലേക്ക് നമ്മളത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ളവർ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉമ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ